ചേലക്കര പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കത്തുന്നത് പണവിവാദമാണ്. 20 ലക്ഷത്തോളം രൂപയാണ് ഒരു വാഹനയാത്രക്കാരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇത് ആരുടെ കള്ളപ്പണമാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്കൊപ്പമുണ്ട്. ഏതായാലും പാലക്കാട് പ്രചാരണം ശക്തമായി മുന്നേറുകയും ചെയ്യുന്നു. കോൺഗ്രസ് നേതാവ് മുൻ എംഎൽഎ കെ ശബരിനാഥൻ നമുക്കൊപ്പം ചേരുന്നു. ഞാൻ പാലക്കാട്ടുള്ള പ്രതീക്ഷയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചേലക്കര ഇനി മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് ഈ 20 ലക്ഷം പണം, അത് സിപിഎം പറയുന്നത് കോൺഗ്രസ് കൌൺസിലർമാരായിട്ട് ബന്ധമുള്ള ഒരാളാണ് പിടിച്ചെടുത്തതെന്ന്. തിരിച്ചുള്ള ആരോപണവുമുണ്ട്. വീണ്ടും ഒരു കള്ളപ്പണ വിവാദം അല്ല, നമ്മളിപ്പം ഇത് ഫൈറ്റ് എടുക്കുന്നത് പാലക്കാട് KPM-ലാണ്. ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു വിവാദം പല ആളുകളും ഉണ്ടാക്കിയ സ്ഥലത്താണ്. അപ്പൊ ഇത് ഈ കള്ളപ്പണം കൃത്യമായിട്ട് ആരായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. CPM-ആയിട്ടും ഒരു പടി കടന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീ PV അൻവറാണ്. ശ്രീ PV അൻവർ നേരിട്ട് അത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട പണമാണെന്നാണ് പറയുന്നത്. എന്തായാലും ചേലക്കരയിൽ വലിയ രീതിയിലുള്ള പണവും മദ്യവും ഒക്കെ ഇറക്കി വിജയിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് CPM നിൽക്കുന്നത്. അതിന്റെ കാരണം, ഞാൻ ചേലക്കര പ്രചരണത്തിനപ്പോഴേക്കും ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. അടിസ്ഥാനപരമായി 28 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണെങ്കിലും ഒരു മന്ത്രിയും സ്പീക്കറുമായിരുന്ന, എനിക്ക് വളരെ വ്യക്തിബഹുമാനമുള്ള ശ്രീ കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്നെങ്കിലും കഴിഞ്ഞ 28 വർഷം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. റോഡുകളുടെ അവസ്ഥയാവട്ടെ, അവിടെ നിന്ന് ഒറ്റപ്പാലത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻ റോഡിൽ കയറണമെങ്കിൽ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ നമ്മളൊക്കെ നമ്മൾ ഞെട്ടിപ്പോയി. ഒരു മന്ത്രിയുടെയൊക്കെ മണ്ഡലമാകുമ്പോൾ കൂടുതൽ വികസനം ഉണ്ടാകുന്ന പ്രതീക്ഷ സ്ഥലത്തുനിന്ന് ഒരു വികസനവും കിട്ടാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ട് ഒത്തിരി ആളുകളുള്ളതാണ്, ഒത്തിരി തൊഴിലാളികളുള്ളവരാണ്. അവരൊക്കെ നമ്മളോട് ഈ മൈക്ക് കാണാതെ ആളുകളോട് സംസാരിക്കുമ്പോൾ CPM ആൾക്കാർ പോലും നമ്മളോട് ഇത്തവണ ഈ സർക്കാരിനെതിരെയുള്ള അസ്വസ്ഥത പറയുന്നുണ്ട്. അതിലേക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നെൽകർഷകരടക്കമുള്ള ഒരു പ്രദേശത്ത് നിന്ന് വലിയൊരു വിജയം ഇത്തവണ ലഭിക്കാമെന്നുള്ള പൂർണ്ണ വിശ്വാസം കോൺഗ്രസിലുണ്ട്. നല്ല സംഘടനാ സംവിധാനത്തിൽ വർക്ക് നടന്നിട്ടുണ്ട്. നാളെ എന്തായാലും പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ മുമ്പത്തെക്കാളുമൊക്കെ വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു നല്ല മാർജിനിൽ ചേലക്കര വിജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്ക് ചേലക്കരയിലുണ്ട്. അത് മാറണമെങ്കിൽ അവസാന മിനിറ്റുള്ള ചില സാമ്പത്തിക ഇടപാടുകളൊക്കെയാണ് CPM ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് തന്നെ അതായിട്ട് ഒരു ബന്ധവുമില്ലാതെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ CPM-ന് കഴിയുന്നില്ല. അൻവറിന് മറുപടി പോലും പറയുവാൻ അവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചേലക്കര എന്തായാലും രമ്യ ഹരിദാസ് വിജയിച്ചു വരുന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അവിടെ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ ഈ UDF-ലൂടെ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, ഒരു പൊതുബോധം അവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ശബരി, നമ്മള് ഇപ്പൊ നിൽക്കുന്നത് KPM-ന്റെ മുന്നിലായതുകൊണ്ട് പറയാണ്, ഒരു കള്ളപ്പണ വിഷയം വരികയും അത് വലിയ വിഷയമാവുകയും ചെയ്തു. പോളിംഗ് ബൂത്തിലെത്താൻ ഇത്രയും കുറച്ച് മണിക്കൂർ നിൽക്കുക വീണ്ടും ഒരു കള്ളപ്പണ വിവാദം വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കൾച്ചറിൽ ഒരുപക്ഷെ ഇത് ഉത്തരേന്ത്യൻ കൾച്ചറിന് പരിചിതമുള്ള ഒരു കാര്യമാണ്. ഈ കള്ളപ്പണ വിഷയം ഇങ്ങനെയൊന്നും ആളിക്കത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതെന്തായിരിക്കും കാരണം? അല്ല, ഈ പാലക്കാട് ഒരു കള്ളപ്പണ വിഷയം ഇല്ലായിരുന്നു. ഉത്തരേന്ത്യൻ മോഡലിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഇലക്ഷൻ അങ്ങനെ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് CPM നടത്തിയത്, BJP നടത്തിയത്, സംയുക്തമായി നടത്തിയത്. അതെന്തായാലും പാലക്കാട് നടന്നില്ല എന്നുള്ളവർക്ക് ബോധ്യമായി. അതിനി തള്ളണോ കൊള്ളണോ എന്നുള്ള തീരുമാനം ഇപ്പോഴും പാർട്ടിക്കത് ചർച്ച നടക്കുകയാണ് CPM. പക്ഷേ ചേലക്കര അങ്ങനെയല്ല. പാവപ്പെട്ട ആളുകളെ അവസാനം പണ്ടുതൊട്ടേ അരിവാൾ ചുറ്റിലേക്ക് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരുടെ ആളുകളെ അവരെന്തായാലും പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് അവർ വോട്ട് ചെയ്യില്ല. എന്തായാലും പണം കൊടുത്തെങ്കിലും വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് CPM നടക്കുന്നത്. പക്ഷെ അവരെന്തായാലും ഒരു വലിയ തിരിച്ചറിവോടുകൂടി തന്നെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യും. ഒരു മാർജിനിൽ വിജയിച്ച് തന്നെ നമ്മൾ വരും. ചേലക്കര അത് സത്യം പറഞ്ഞാൽ ഈ സർക്കാരിന്റെ വിരുദ്ധതയുടെ ഏറ്റവും വലിയൊരു ഇൻഡിക്കേറ്റർ, ഒരു ബാരോമീറ്റർ ചേലക്കര ആയിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. ഈ പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇത് കോൺഗ്രസ് ആണ് കള്ളപ്പണത്തിന് പിറകിൽ എന്ന് പറഞ്ഞത്. ഒപ്പം കള്ളവോട്ട് ആരോപണം കൂടെ ഒരു ഭാഗം ഉന്നയിക്കുകയും ചെയ്തു. അത് ഈ പാലക്കാട്ടേക്ക് ചേലക്കരയിലെ കള്ളപ്പണ വിവാദത്തെ വലിച്ചിടുന്നു കോൺഗ്രസ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി അദ്ദേഹം പാർട്ടിയിൽ സീനിയർ ആളാണ്. പക്ഷേ അധികം ആളുകൾക്ക് അറിയാത്ത അങ്ങനെ ചാനലിൽ വരുന്നൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇക്വിറ്റിയും വില ഒത്തിരി ഇടിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ചാറുകേടി, പ്രത്യേകിച്ച് CPM-ന് ഏറ്റവും കൂടുതൽ സംഘടനാ വിഷയവും ഒക്കെയുള്ളൊരു പ്രശ്നമാണ് ഈ പാലക്കാട്. നമുക്കറിയാമല്ലോ, ഇവര് തന്നെ സാധാരണ കോൺഗ്രസിലാണ് ചേരികൾ. ഏറ്റവും കൂടുതൽ വിഭിന്ന ചേരികളിൽ CPM നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്ന് പാലക്കാടാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇത് നമ്മൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ബൈ ഇലക്ഷൻ വരുമെന്നറിയാം. ശ്രീ ഷാഫി പറമ്പിൽ വിജയിച്ച് MP ആയി പോയ സമയം മുതൽ കൂടെ വർക്ക് കിടക്കുന്നുണ്ട്. ഒരുപാട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ചാർജ് നടത്തി ഇവിടെ വോട്ട് ചേർക്കുകയാണ്. ഇവിടെ കോൺഗ്രസുകാർ വോട്ട് ചേർക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ ഇലക്ഷൻ ചേർക്കാത്ത വോട്ടുകൾ ചേർക്കുമ്പോൾ എന്താണ് തെറ്റ്? ആ ഒരു സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ ഒരു ഗുഡ്വില്ല് നമുക്കുണ്ട്. ആളുകൾ വോട്ട് ചേർക്കാൻ തയ്യാറാണ്. നമ്മൾ വഴി വോട്ട് ചേർത്തിട്ടുണ്ട്. ആ വോട്ട് ചേർത്ത് കണ്ടിപ്പോൾ ഭയന്ന് ഇവർ വോട്ട് ചേർത്തിട്ടില്ല. ഇവർ പാലക്കാട് വോട്ട് ചേർക്കാത്തതും അതിനുള്ള സംഘടനാ
സംവിധാനം അവർ പല കാര്യങ്ങൾ കൊണ്ടും അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ വോട്ട് ചേർത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചേർത്തതിനെ കള്ളവോട്ടെന്ന് എങ്ങനെ വിളിക്കുന്നത്? നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങൾ ആ സമയത്ത് ഒബ്ജക്ട് ചെയ്തിടായിരുന്നു. വോട്ട് ചേർക്കുന്ന കോൺഗ്രസ് ചേർക്കുന്ന വോട്ടിന് ഹിയറിംഗിന് വിളിക്കുമല്ലോ. ഈ ഹിയറിംഗിന് വിളിക്കുമ്പോൾ CPM കാരനോട് പോകണമല്ലോ, അവിടെ BJP കാരന് പോകണമല്ലോ. അന്നൊന്നും പറയാത്ത കള്ളവോട്ടം ഇപ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വോട്ടുകൾ, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകരിച്ചുള്ള പല വോട്ടുകളും കൃത്യമായിട്ട് ഇത്തവണ നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു ഭീതിയാണ് ജില്ലാ സെക്രട്ടറി ഇവിടെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഈ PV അൻവർ ഈ അവസാന ദിവസം ഒരു ഷോ കാണിക്കുന്നു. അത് ആവശ്യമുണ്ടോ ഇല്ലെന്ന് അതിപ്പോ എന്തായാലും UDF നേതാക്കൾക്ക് പരസ്യമായിട്ടൊന്നും മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ അൻവറിന്റെ DMK സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് ക്യാമ്പിൽ നിന്നായിരിക്കും എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അത് CPMന്റെ വോട്ടുകൾ ചോർന്നോളും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് UDF. എനിക്കതൊരു നോൺ ഇഷ്യൂ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ സുധീർ അങ്ങനെ ഒരു ട്രാപ്പിൽ ചെന്ന് വീഴേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ചേലക്കര ദക്ഷിണപ്പോഴത്തേക്കും ഒത്തിരി വാഹനങ്ങൾ ഓടുന്നതല്ലാതെ ഒരാൾ പോലും ഇവിടെ പ്രചരണം. പക്ഷെ അൻവറെ കൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണം? ഞാൻ പറഞ്ഞു വന്നത് ശ്രീ സുധീർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാവ് ആ ഒരു ട്രാപ്പിൽ വീഴേണ്ട ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം, ഞാൻ വിഷമത്തോടെ പറയുകയാണ്, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അപഹാസ്യനായിപ്പോ. അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഇപ്പൊ പാലക്കാടേക്ക് വരുമ്പോ മുനമ്പം കഴിഞ്ഞിട്ട് സീപ്ലെയിൻ വിവാദം കൂടി അതൊക്കെ ഇവിടെ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഒക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും മുനമ്പത്ത് ലത്തീൻ സഭ നിലപാട് മാറ്റുന്നു. സീപ്ലെയിൻ വിവാദത്തിൽ CPIയുടെ അതൃപ്തി പരിഹരിക്കുമെന്ന് CPM നേതാക്കൾ പറയുന്നു. അതായത് വലിയ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തുമ്പോഴും നോക്കൂ, വികസനത്തിന് തുരക്കം വെക്കുകയാണ് കോൺഗ്രസ്. ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ്. നിങ്ങളുടേത് തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ, നമ്മൾ കൊണ്ടുവരുന്നത് ജനകീയ സീപ്ലെയിൻ, അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കതാണ് ഇന്ന് മന്ത്രി ഇട്ടേക്കുന്ന പേര് ജനകീയ സീപ്ലെയിൻ എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 2013 ചെയ്തൊരു പദ്ധതിയെ 2024 ആയപ്പോൾ കേന്ദ്ര സർക്കാർ അതിനൊരു ഉഡാൻ സ്കീമിൽ പുതിയ ചിറകുകൾ വിപ്പിക്കുകയാണ്. പക്ഷെ 10 വർഷം ആ പദ്ധതിയെ ഇല്ലാതാക്കി അന്ന് ആ പദ്ധതി തുടങ്ങിയ ആളുകൾ തിരികെ ആ പദ്ധതി കളഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ പണം മൊത്തം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായത് ഇടതുപക്ഷം കാരണമാണ്, ട്രേഡ് യൂണിയൻ കാരണമാണ്. സീപ്ലെയിൻ പദ്ധതിയെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാണ്. അതിന് CPMന്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. പക്ഷെ പാലക്കാട് ചർച്ച ചെയ്യപ്പെടുന്ന അതല്ല. വലിയ ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്, ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഈ കുടുംബയോഗത്തിന് ടൗണിൽ പോയിട്ട് 82-ാം ബൂത്തിലുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇന്ന് ഞാൻ പറയണ്ട, ഇപ്പം ഉള്ളിയുടെ വില അറിയാം. ഇവിടെ ചെറിയ ഉള്ളി സവാള 80-90 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങിക്കുന്നതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആളുകളുടെ മനസ്സിൽ ഇതൊക്കെയുണ്ട്. സർക്കാരിനെതിരെയുള്ള തെറ്റുകളുണ്ട്, സർക്കാരിന്റെ വഞ്ചനയുണ്ട്. അതൊക്കെ കൃത്യമായി പ്രതിഫലിച്ച് തന്നെ പാലക്കാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന് കിട്ടിയതിന്റെ ഇരട്ടി വോട്ടിൽ വിജയിക്കാൻ പോവുകയാണ്. 2ാം സ്ഥാനത്തിന് വേണ്ടി BJPയും CPMും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മത്സരിക്കുകയാണ്. 1ാം സ്ഥാനത്തിൽ UDFും ശ്രീ രാഹുൽ മാങ്കൂട്ടം. ചേലക്കരയിൽ ഒരു സുരേഷ് ഗോപി ഇഫക്റ്റും ഉണ്ടാവുകയില്ല എന്നുകൂടി വിചാരിക്കുന്നുണ്ടല്ലേ? അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ഇന്നലെ ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹം ഒന്നൊരു വിഷയം ആളിക്കത്തിച്ചിട്ട് പോയി. പക്ഷെ അദ്ദേഹം പോലും അതിനകത്തൊരു, ഞാൻ പറഞ്ഞില്ല, വലിയ പ്രശ്നങ്ങളിലാണ് BJP. അതിന്റെ ഉൾക്കടികളിലേക്ക് ഞാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കും, BJPയുടെ തൃശൂർ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടിക്കെതിരെ ഓപ്പണായിട്ട് വരുന്നു, ഓപ്പൺ ഫൈറ്റ് ഉണ്ടാകുന്നു. അതൊന്നും മറുപടി പറയാൻ BJP കഴിയുന്നില്ല. ഇവിടെ തന്നെ BJP പലയിടത്തും അവർ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാണ്. സുരേഷ് ഗോപി ഇഫക്റ്റ് എന്തായാലും എനിക്കൊന്ന് സുരേഷ് ഗോപി ഒരു MP എന്ന നിലയിൽ, ഞാൻ കൃത്യം പറഞ്ഞു, ശ്രീ സുരേഷ് ഗോപി ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ 4 മാസമായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ കൂടി ആ തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലത്തിലുണ്ടാകും. ക്ലിയറാണ്. സുരേഷ് ഗോപിയുടെ പെർഫോമൻസിന്റെ ഒരു വിലയിരുത്തലായിരിക്കും ആ BJP സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ജനങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ വളരെ അസ്വസ്ഥരാണെന്നുള്ളത് പല ആളുകളും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. വോട്ട് ചെയ്തു പോയി തെറ്റായി. പണ്ടൊരു കോൺഗ്രസ് TN പ്രതാപനും ഒരു ശ്രീ K മുരളീധരനും ആയിരുന്നെങ്കിൽ ഒരു കാര്യത്തിന് ഓടി വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് വിവാദം മാത്രമാണ്. ഒരു കാര്യവും ഒരു പദ്ധതിയും ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ, ശ്രീ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് 5-6 ടീം ഉണ്ടാക്കുമാർ. അദ്ദേഹം ഇപ്പോഴും ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. സുരേഷ് ഗോപിയായിട്ട് കഴിഞ്ഞ 4 മാസം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ച അദ്ദേഹം ഒറ്റക്കൊമ്പനിൽ അഭിനയിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. മോദി പറയുന്നു അഭിനയിക്കേണ്ട, ഒരു കൊമ്പൻ മതി ഞാൻ നിന്നത്. അമിത്ഷാ പറയുന്നു അഭിനയിക്കേണ്ട എന്നുള്ളത്. സുരേഷ് ഗോപി പറയുന്നു അഭിനയിക്കും എന്നുള്ളത്. അദ്ദേഹം പോസ്റ്റ് ഇട്ടു, ഇന്നലെ പോസ്റ്റ് ഇട്ടു, ഞാൻ സിനിമ വരുന്നത്. അതാണ് അഭിനയിക്കുന്നത്. നല്ല കാര്യമാണ്. അദ്ദേഹം ആക്ടറാണ്, മന്ത്രിയാണ്. പക്ഷെ ഒരു മന്ത്രി എന്ന രീതിയിൽ കേരളത്തിന് പല കാര്യങ്ങളും സഹായിക്കാൻ പറ്റുന്ന ഒരു മന്ത്രി എന്ന രീതിയിൽ അതിന് കഴിവുള്ള ഒരാളായ ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ 4-5 മാസമായിട്ട് നിശബ്ദനാണ്. അദ്ദേഹത്തിന്റെ ആ നിശബ്ദത കൂടി ചേലക്കരയിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ടായിട്ട് വരും. വളരെ നന്ദി. വളരെ